വീട്ടിലെത്തുന്ന അതിഥികൾക്ക് പച്ചക്കറികളും വിത്തുകളും സമ്മാനമായി നൽകുന്ന ഒരു വീട്ടമ്മയെക്കുറിച്ചാണ് ഇനി. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ താമസിക്കുന്ന ബിൻസി ലെനിൻ. മനസ്സുവെച്ചാൽ, അധ്വാനിച്ചാൽ മരുഭൂമിയിൽ 100 മേനി വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ തൃശ്ശൂരുകാരി. മരുഭൂമിയല്ലേ ഈ മണൽപ്പരപ്പിൽ എന്തുണ്ടാക്കാൻ? വിത്തുകൾ മുളയ്ക്കാത്ത, കിളിർക്കാത്ത വരണ്ട ഭൂമിയെന്ന് കുറ്റം പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ കാഴ്ച. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ ഇവിടം സ്വർഗമാണെന്ന് തെളിയിക്കുന്ന നേർക്കാഴ്ച. തൃശൂർ നെല്ലായി സ്വദേശി ബിൻസിയുടെയും കുടുംബത്തിന്റെയും താമസ സ്ഥലം. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ വില്ലയ്ക്ക് ചുറ്റുമാണ് പച്ചക്കറികൾ ഇങ്ങനെ തളിർത്തും തഴച്ചു വളർന്നും വിളവെടുപ്പിന് പാകമായും നിറഞ്ഞു നിൽക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ ഇതിൽ നിന്ന് തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയതും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് കഴിഞ്ഞ ചിങ്ങം 1-ാം തീയതിയാണ് മികച്ച കർഷകയ്ക്കുള്ളൊരു ആദരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന്, പച്ചക്കറി കൃഷിൻ്റെ തന്നെ. അച്ഛനും അതെ കേട്ടോ, വർഷങ്ങളായിട്ട് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് തന്നെ വീട്ടിൽ കൃഷിയുള്ളതാണ്. ഒരുപാട് നെല്ലും വാഴയും കൊള്ളി അങ്ങനെയൊക്കെയുള്ള കൃഷികൾ. പിന്നെ വീട്ടാവശ്യത്തിനൊന്നും തന്നെ അതുകൊണ്ട് പച്ചക്കറി അങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങലില്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കലാണ്. ഭർത്താവ് ലെനിൻ ജോലിക്കും മക്കളായ ഗോവിന്ദും ഗൗതമും സ്കൂളിലും പോയാൽ ബിൻസി വീട്ടിൽ തനിച്ചാകും. ഈ വിരസത മാറ്റാനായിരുന്നു കൃഷിയുടെ തുടക്കം. വീട്ടാവശ്യത്തിന് കൊണ്ടുവന്ന തക്കാളിയിൽ നിന്ന് വിത്തെടുത്ത് പാകിയപ്പോൾ മുളപൊട്ടിയ ആവേശം. വെള്ളവും അടുക്കള മാലിന്യവും നൽകി പരിചരിച്ചപ്പോൾ കിട്ടിയ വിളവ് ആ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നമ്മളിവിടെ വന്ന സമയത്ത് ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ പോയി കഴിഞ്ഞ് ആ ഒരു സമയത്ത് ആദ്യത്തെ വില്ലയിൽ ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നില്ല. വിൻഡോയിലാണെങ്കിലും ഞാൻ ഒരു ചട്ടിയിൽ ഒരു ചെടി വെച്ച് അതിൽ തക്കാളി നന്നായിട്ടുണ്ടായി. അപ്പോൾ ഇവിടുത്തെ മണ്ണിൽ നല്ലോണം പിടിക്കും എന്നുള്ളൊരു ഫലങ്ങൾ നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് അന്ന് കിട്ടി. പിന്നെ നമ്മൾ ഇത്തിരി സ്ഥലം അന്വേഷിച്ച് ഈ വില്ലയിൽ വന്നപ്പോൾ ഇവിടെയാണ് കുറച്ച് സ്പേസ് കണ്ടത്. പക്ഷെ ഇവിടെയും നിറയെ ഇവിടെ എല്ലാ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇവർ കൺസ്ട്രക്ഷൻ്റെയൊക്കെ എല്ലാ വേസ്റ്റുകളൊക്കെ ഇട്ട് അങ്ങനെ കിടക്കുന്നൊരു സ്പേസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ ചെറുതായിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ വെച്ച് പിടിപ്പിച്ച്, അപ്പോൾ ഇതിലും അത് നന്നായിട്ട് പിടിക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ അലൈൻ സോയിലും പോട്ടിംഗ് സോയിലൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള മണ്ണിലാണെങ്കിലും കൃഷി ചെയ്യാനായിട്ട്. നാട്ടിൽ നിന്നും അമ്മ ജാൻസി കൂടി എത്തിയതോടെ കൃഷി വിപുലപ്പെടുത്തി. വില്ലയുടെ മുറ്റം നിറയെ പച്ചക്കറികളായി. തക്കാളികൾ തന്നെ പലവിധം, വഴുതന വിവിധ തരം, മത്തൻ, കുമ്പളം, പയർ, പാവയ്ക്ക, വെണ്ടയ്ക്ക, സവാള, ചെറിയുള്ളി, ഉരുളക്കിഴങ്ങ്. പട്ടിക ഇങ്ങനെ നീണ്ടുപോകും. ഞാനൊരു 33 വർഷത്തോളം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തു. റിട്ടയറായി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ 7 വർഷമായി അബുദാബി തന്നെയാണ്. ഇടയ്ക്ക് പോകും, വരും. പിന്നെ നേരത്തെ തന്നെ ചെടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. ചെടിയും പച്ചക്കറിയും അത് നമ്മൾ വീട്ടിലായാലും പണ്ട് മുതലേ ജോലി ചെയ്തോടത്തൊക്കെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കളും കുറേ ജില്ലകളിൽ, കേരളത്തിലെ ഒത്തിരി ജില്ലകളിൽ പോയി ജോലി ചെയ്ത് വന്നതാണ്. അവസാനം തൃശ്ശൂർ ജില്ലയിൽ താമസാക്കി. പിന്നെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മോള് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ചീര അതുപോലെ തന്നെ മറ്റു പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും. ചെടി അന്നും ഞങ്ങളുടെ രണ്ടാളുടെയും വലിയ ഫേവറേറ്റാണ്. ധാരാളം ചെടികൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ആരും നോക്കാനില്ലാണ്ടായപ്പോൾ ഒക്കെ പോയി. എന്നാലും ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ചെടിയിലേക്ക് കയറും, കുറച്ചൊക്കെ ഉണ്ടാക്കും, പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോരും. അങ്ങനെയാണ് എൻ്റെ പഴയ ജീവിതം. ഇവിടെ വന്നപ്പോൾ പിന്നെ മക്കളുടെ കൂടിയല്ലേ, അവരുടെ കൂടെ നമുക്ക് മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ ആകുമ്പോൾ വളരെ സന്തോഷമല്ലേ. അപ്പോൾ നാടൊക്കെ ഒന്ന് മറന്നു. കുറച്ച് ആദ്യമൊക്കെ വന്ന ഉടനെ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ പിന്നെ ഇതുകൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷമായി. രാവിലെ തന്നെ നടക്കാൻ പോണതിന് പകരം നടക്കലായിരുന്നു പതിവ് ഞങ്ങളുടെ കൂടെ. ഇപ്പം നടക്കാൻ പോക്കില്ല. അതേസമയം മുഴുവൻ സമയവും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പച്ചമുളകും പീച്ചിങ്ങയും ചീരയും വാഴയും കറിവേപ്പിലയുമെല്ലാം തഴച്ചു വളർന്നു നിൽക്കുമ്പോൾ ബിൻസിക്ക് അഭിമാനം. യൂട്യൂബിലാണെങ്കിലും എൻ്റെ വീഡിയോഗ്രാഫർ അമ്മയാണ്. ബാക്കിൽ നിന്ന് നോക്കി കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് അമ്മയാണ്. അപ്പോൾ അതേപോലെ തന്നെ അമ്മയും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാട്ടോ മലയാളം ക്ലാസ്സിനായാലും എപ്പോഴായാലും നമുക്ക് പോകാനും ക്ലാസ്സും
പിന്നെ ചെറിയ തോതിൽ ഇവിടെ വരുത്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആയാലും അങ്ങനെയൊക്കെ അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ആരെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ ഇനി കെയർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. പനിക്കൂർക്ക, തുളസി, കറ്റാർവാഴ തുടങ്ങി ഔഷധ ചെടികൾ വേറെയുമുണ്ട്. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം വിടർന്നു നിൽക്കുമ്പോൾ കൃഷിത്തോട്ടത്തിന് അഴകേറും. തുടക്കത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് തക്കാളിയും വഴുതനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പയറ് ഇതൊക്കെ നന്നായിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ ഉരുളക്കിഴങ്ങ്, സവോള, ചെറിയുള്ളി, കടുക് അങ്ങനെയുള്ള ഓരോ ഐറ്റംസും പുതിയതായിട്ട് വെച്ച് തുടങ്ങി. എല്ലാം പിടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് അടക്കം ഞാൻ വെച്ചിട്ടുണ്ട്, പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ 6-7 കിലോ ഉരുളക്കിഴങ്ങ് കിട്ടി കഴിഞ്ഞ വർഷം. അതോടൊപ്പം നന്നായിട്ട് തക്കാളി, ഒരു ദിവസം നമുക്ക് 1-2 കിലോ വരെ തക്കാളിയൊക്കെ നമുക്ക് ഇത്രയും സ്ഥലത്ത് നിന്ന് തന്നെ പറിക്കാം. മണ്ണും വിത്തും ഒരുക്കൽ തന്നെയാണ് കൃഷിയിൽ പ്രധാനം. പിന്നെ കാലാവസ്ഥ നോക്കി ഓരോന്നും കൃത്യസമയത്ത് ചെയ്യണം. എല്ലാ ദിവസവും ചെടികൾ പരിപാലിക്കണം. രാസവളങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ കൃഷിയാണ് ബിൻസിയുടേത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് രുചിയും ഗുണവും കൂടുതലാണ്. എനിക്ക് ജോലി തിരക്ക് കാരണം കൂടുതലായിട്ടൊന്നും സഹായിക്കാനും അങ്ങനെയൊന്നും സാധിക്കാറില്ല. എങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നനച്ചു കൊടുക്കും. പിന്നെ അത്യാവശ്യം ഒന്ന് കടയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട്, അവധി ദിവസങ്ങളിലും ഒക്കെ. ഇതിലുണ്ടാക്കിയിട്ടുള്ള തക്കാളിയും ഇങ്ങനെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ സുഹൃത്തുക്കളുടെ വീടുകളിലും ഈ വില്ലകളിലുള്ളവർക്കൊക്കെ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കാറ്. എല്ലാവരും നല്ല പച്ചക്കറി കഴിക്കുന്നത് അതിനുശേഷം നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നാട്ടിലെ കൃഷിയും കാർഷിക ജീവിതവുമാണ് മരുഭൂമിയിലും പ്രചോദനമായത്. വീട്ടിലെത്തുന്ന അതിഥികൾക്ക് വിത്തുകളും പച്ചക്കറികളുമാണ് ബിൻസിയുടെ സമ്മാനം. കൃഷിയെക്കുറിച്ച് പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും ഏറെ സന്തോഷം. മലയാളം മിഷൻ അധ്യാപിക കൂടിയാണ് ബിൻസി. കൃഷി കഴിഞ്ഞാൽ പാചകമാണ് ഇഷ്ടവിനോദം. നിരവധി പാചക മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ്, അതായത് ഉള്ളിയുടെ തൊണ്ടായാലും പഴത്തിൻ്റെ തോലായാലും സവോള, എല്ലാ പച്ചക്കറികളിൽ നിന്നുള്ള നമ്മളുടെ അങ്ങനെയുള്ള വേസ്റ്റുകളും നമ്മളിതിലെടുക്കും. ചായച്ചണ്ടി, മുട്ടത്തോട് അതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കും. പിന്നെ അത് കൂടാതെ നമ്മൾ പുറത്തുനിന്ന് ചാണപ്പൊടി, കോഴിക്കാഷ്ടവും മിക്സ് ചെയ്തിട്ടുള്ളതും കൂടെ നമ്മൾ മേടിക്കുന്നുണ്ട്, അതും ഇടും. മനസ്സുവെച്ചാൽ ഏത് മരുഭൂമിയെയും കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ബിൻസിയും കുടുംബവും. വർഷങ്ങളായി ഇവരുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊന്നും കടയിൽ നിന്നും വാങ്ങാറില്ല. കൃഷിയോട് സ്നേഹവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും നൂറുമേനി വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ബിൻസിയും കുടുംബവും.